ക്യാപിറ്റൽ, ലിക്വിഡിറ്റി, സ്റ്റോക്ക്, ബോണ്ട്. ഈ ഫിനാൻഷ്യൽ വാക്കുകൾ കേട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കുഴഞ്ഞു പോയിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഇതേപോലത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പേടിക്കണ്ട, നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ വാക്കുകളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇത് നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമ്പോഴോ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഇതുണ്ടാക്കുന്നത്. അതായത് പ്രോപ്പറായിട്ട് ഈ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യവും ഇൻ ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ സെക്ഷൻ അതായത് ബേസിക് ഫിനാൻഷ്യൽ കൺസെപ്റ്റ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടേൺസ്. അപ്പോൾ ഈ രണ്ട് സെക്ഷൻ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാൻ പോകുന്നത് ബേസിക് ഫിനാൻഷ്യൽ കൺസെപ്റ്റ് എന്തൊക്കെയാണ്. ആദ്യമായിട്ട് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ ഈസ് ദ മണി യു യൂസ് ടു സ്റ്റാർട്ട് ഓർ ഗ്രോ എ ബിസിനസ് ഓർ പ്രൊജക്റ്റ്. അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്, ഏതൊക്കെ ഒരു ചെറിയ ഷോപ്പ് ഒന്നായിക്കോട്ടെ. നിങ്ങൾക്കൊരു ഷോപ്പുണ്ട്. ആ ഒരു ഷോപ്പിലേക്ക് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ ആ ഒരു പൈസയെ നിങ്ങൾ ആ ഷോപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ സാധനം വാങ്ങാൻ വേണ്ടി ആ ഒരു പൈസ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൈസയെ ക്യാപിറ്റൽ എന്ന് പറയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു ഷോപ്പ് മറ്റൊരു സ്ഥലത്ത് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പൈസ ആ ഒരു തുടങ്ങാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ബിസിനസ് തുടങ്ങാനോ ആ ഒരു ബിസിനസ് വളർത്താനോ ഉപയോഗിക്കുന്ന പൈസയാണ് ക്യാപിറ്റൽ. രണ്ടാമത് നമുക്ക് ക്യാഷ്. എന്താണ് ക്യാഷ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫിസിക്കൽ ഓർ ഡിജിറ്റൽ മണി യു ക്യാൻ സ്പെൻഡ് ഇമീഡിയറ്റ്ലി. അതായത് ഫിസിക്കലിയോ ഡിജിറ്റലിയോ ആയിട്ടോ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചിലവാക്കാൻ കഴിയുന്ന പണത്തെയാണ് ക്യാഷ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് ഓൾറെഡി ഉള്ളതാണ്. അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാൻറ്റ്. ഇത് പല ടൈമിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സ്കൂളിൻ്റെ പുതിയ ബിൽഡിംഗ് അപ്ഡേഷൻ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മറ്റൊരു അപ്ഡേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗ്രാൻറ്റ് അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നൊക്കെ പലപ്പോഴും പല സ്കൂളുകളിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ ഒരു സാധനം ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫ്രീ മണി ഗിവൺ ഫോർ എ സ്പെസിഫിക് പേർപ്പസ് ലൈക്ക് എഡ്യൂക്കേഷൻ ഓർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. അതായത് ബിസിനസ്സിനോ പുതിയ ബിസിനസ് തുടങ്ങുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാനോ വേണ്ടി ഒരു സ്പെസിഫിക്കായ പേർപ്പസിന് വേണ്ടി പൈസ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ് ഗ്രാൻറ്റ്. ഇത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വേണമെന്നില്ല, മറ്റേതെങ്കിലും മാനേജ്മെൻറ്റോ അങ്ങനെ ആരുടെ കയ്യിൽ നിന്നാവാം. ഞാൻ ഉദാഹരണത്തിന് ഗവൺമെൻറ് എന്ന് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി തരുന്നതാണ് പൈസ അല്ലെങ്കിൽ ഗ്രാൻറ്റ്. അപ്പോൾ ഗ്രാൻറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? ഹൗ ക്വിക്കലി സംതിങ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസയാക്കി മാറ്റാൻ പറ്റുന്നതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ അഥവാ സ്റ്റോക്കിൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലാണ്, ഇവിടെ ലിക്വിഡിറ്റി കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, എത്രയോ പെട്ടെന്ന് നമ്മുടെ പൈസയാക്കി മാറ്റാൻ പറ്റുന്ന സാധനത്തെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തതാണ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? വെൻ എ പ്രൈസ് ഓഫ് തിങ്സ് റൈസ് ഓവർ ടൈം സോ യുവർ മണി ബൈ ലെസ്. അതായത് ഒരു സമയത്തിനൊപ്പം വില ഉയരുകയാണെങ്കിൽ അതിന് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ പണ്ട് വാങ്ങിയിരുന്ന പല സാധനങ്ങൾ, അതായത് 10 രൂപക്കും 100 രൂപക്കും വാങ്ങിയിരുന്ന പല സാധനങ്ങൾ, അതായത് 2010 ആ ഒരു കാലഘട്ടത്തിലായി വാങ്ങിയ പല സാധനങ്ങളും ഇപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചാൽ ആ 10 രൂപയോ 20 രൂപയോ പോരാ. അല്ലെങ്കിൽ ചിലപ്പോൾ അതേ പ്രൈസിന് കിട്ടുന്ന സാധനം തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി പണ്ടത്തെ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഇതിനാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. അതായത് നമ്മുടെ സമയം കൂടുന്നതിനനുസരിച്ച്
അതിൻ്റെ വില ഉയർന്നു വരും. അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ഡിഫ്ലേഷൻ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫ്ലേഷൻ. അതായത് പൈസ അല്ലെങ്കിൽ സമയം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പൈസ കുറഞ്ഞു വരും. അതായത് നിങ്ങളുടെ കയ്യിൽ പണ്ട് നിങ്ങൾ ഒരു 10 ലക്ഷത്തിന് വാങ്ങിയ കാർ, അതായത് 2010 10 ലക്ഷത്തിന് വാങ്ങിയൊരു കാർ ഇന്ന് 2025 നിങ്ങൾക്ക് അത് വിൽക്കുകയാണെങ്കിൽ, മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വെറും 5 ലക്ഷത്തിന് വാങ്ങാൻ പറ്റും. ഓക്കെ, അതായത് 2010 10 ലക്ഷത്തിന് വാങ്ങിയ ഒരു സാധനം നിങ്ങൾ 2025 10 ലക്ഷത്തിനല്ലാതെ വെറും 5 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ വാങ്ങുകയാണെങ്കിൽ അതിനെ ഡിഫ്ലേഷൻ എന്ന് പറയും. അപ്പോൾ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഒന്നുകൂടി നോക്കാം. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ സമയം കൂടുന്നതിനനുസരിച്ച് വില ഉയരുന്നു. ഡിഫ്ലേഷൻ എന്ന് വെച്ചാൽ സമയം കൂടുന്നതിനനുസരിച്ച് വില കുറയുന്നത് ആണ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് പാർട്ടായ, അതായത് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യലിലെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് സെക്ഷൻ 2ലേക്ക് പോകണം. അതായത് ഓണർഷിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേംസിലേക്ക് പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓണർഷിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേംസ് നോക്കാം. അതായത് നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ഓണർഷിപ്പുമായി ബന്ധിച്ച് നിങ്ങൾ കേൾക്കാൻ പോകുന്ന പല ടേംസുകളായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഒന്നാമത് സ്റ്റോക്ക് ഓർ ഷെയർ. അപ്പോൾ എന്താണ് സ്റ്റോക്ക് ഓർ ഷെയർ? ബൈങ് എ സ്മോൾ പാർട്ട് ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ഒരു ഓഹരി വാങ്ങുന്നതാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ. അത് ഒരു കമ്പനി, ഒരാളുടെ കമ്പനി, അയാൾക്ക് മാത്രമേ ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഓണർഷിപ്പിനെ അയാൾ 10 ഭാഗിച്ച് 10 പേർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ടുവരണമെങ്കിൽ അതിൽ 10 പേരോ അല്ലെങ്കിൽ 10 പകുതിയിൽ കൂടുതൽ 6 പേരോ സമ്മതിച്ചാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഈ ഒരു ഇതാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് മാത്രം അനുവദിച്ച സാധനം മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ച് നൽകുന്നതാണ് ഓണർഷിപ്പ്. ഈ ഒരു ഓണർഷിപ്പ് വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് ഒരു കമ്പനിയുടെ ഓഹരി ഓണർഷിപ്പിൽ ഷെയർ വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് സ്റ്റോക്ക് ഓർ ഷെയർ. ഈ രണ്ടാമത്താണ് ബോണ്ട്. ബോണ്ട് എന്ന് വെച്ചാൽ എ ലോൺ യു ഗിവ് ടു എ കമ്പനി ഓർ ഗവൺമെൻറ് വിച്ച് ദേ റീപേ ദർ ഇൻട്രസ്റ്റ്. അതായത് നിങ്ങളൊരു കമ്പനിക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടർക്കോ നിങ്ങൾ പൈസ കടം കൊടുക്കുകയാണെങ്കിൽ അത് പൈസ അടക്കം തിരിച്ചു തരണമെന്ന് പറയുകയാണെങ്കിൽ അതിനെ ബോണ്ട് എന്നാണ് പറയുന്നത്. ബോണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് പലിശ അടക്കം തിരിച്ചു തരുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ് അപ്രീസിയേഷൻ. എന്താണ് അപ്രീസിയേഷൻ? വെൻ സംതിങ് യു ഓൺ ഇൻക്രീസിങ് വാല്യൂ ഓവർ ടൈം. അതായത് സമയം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മൂല്യം കൂടുകയാണെങ്കിൽ അതിനെ അപ്രീസിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 100 ഗ്രാം സ്വർണ്ണമുണ്ട്, അത് നിങ്ങൾ പണ്ട് വാങ്ങിയത് 1000 രൂപക്കാണ്. ഓക്കെ, 100 ഗ്രാമിന് 1000 രൂപയാണ്. പക്ഷെ ഇപ്പോൾ 100 ഗ്രാമിന് നിങ്ങൾക്ക് 1000 രൂപയായിരിക്കും സ്വർണത്തിന്, അല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും സമയത്തിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ അപ്രീസിയേഷൻ അസറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറയും. അടുത്തതാണ് ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ദ പ്രോഫിറ്റ് യു മേക്ക് വെൻ യു സെൽ സംതിങ് ഫോർ മോർ ദൻ യു പെയ്ഡ്. അതായത് നമ്മൾ വാങ്ങിയതിനേക്കാൾ കൂടുതൽ പൈസയ്ക്ക് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഫ്യൂച്ചറിൽ പഠിക്കാം. ഇതിപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഈ ഒരു വീഡിയോ മാക്സിമം എത്തിക്കുകയാണെങ്കിൽ ഇതിന് പാർട്ട് 2 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും.